ഇന്ന് നമ്മൾ ഓഡിറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇൻഡപ്റ്റഡ് ടു. ഉത്തരം, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇൻഡപ്റ്റഡ് ടു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഓഡിറ്റ് ഈസ് പെക്യൂലിയർ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഉത്തരം, ടെസ്റ്റ് ഓഡിറ്റ്. ഡാഷ് ഓഡിറ്റ് ഈസ് എ പെക്യൂലിയർ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഉത്തരം, ടെസ്റ്റ് ഓഡിറ്റ്. മൂന്നാമത്തെ ചോദ്യം, എക്സാമിനിങ് ദി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ്. ഉത്തരം, വെരിഫിക്കേഷൻ. എക്സാമിനിങ് ദി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ്. ഉത്തരം, വെരിഫിക്കേഷൻ. നാലാമത്തെ ചോദ്യം, ഡാഷ് കൺസിസ്റ്റ് ഓഫ് important documents collected either from the clients concerned or prepared by the auditor during the course of audit. ഉത്തരം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. അതായത് ഓഡിറ്റിൻ്റെ സമയത്ത് ഓഡിറ്റർ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട രേഖകളെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡാഷ്. ഉത്തരം, നെറ്റ് പ്രോഫിറ്റ്. റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. ഉത്തരം, നെറ്റ് പ്രോഫിറ്റ്. ആറാമത്തെ ചോദ്യം, ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ്. ഉത്തരം, ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് ഓഡിറ്റ് പ്രോഗ്രാം. ഏഴാമത്തെ ചോദ്യം, ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഡാഷ് അസറ്റ്സ്. ഉത്തരം, ഫിക്സഡ് അസറ്റ്സ്. ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഫിക്സഡ് അസറ്റ്സ്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഉത്തരം, അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒമ്പതാമത്തെ ചോദ്യം, ആന്വിറ്റി മെത്തേഡ് റിലേറ്റ്സ് ടു ഡാഷ്. ആന്വിറ്റി മെത്തേഡ് റിലേറ്റ്സ് ടു ഡിപ്രീസിയേഷൻ. പത്താമത്തെ ചോദ്യം, ഡാഷ് സ്യൂട്ടബിൾ ഇൻ ദി കേസ് ഓഫ് ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസ്. ഉത്തരം, ടെസ്റ്റ് ചെക്കിംഗ്. ഡാഷ് സ്യൂട്ടബിൾ ഇൻ ദി കേസ് ഓഫ് ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസ്. ഉത്തരം, ടെസ്റ്റ് ചെക്കിംഗ്. 11ാമത്തെ ചോദ്യം, ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോസ് ഇൻ ദി ഡാഷ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഉത്തരം, ലയബിലിറ്റി. ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോസ് ഇൻ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. 12ാമത്തെ ചോദ്യം, ഓഡിറ്റ് റിപ്പോർട്ട് ഡീൽസ് വിത്ത് റൂൾ ഡാഷ് ഓഫ് KCS ആക്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ഡീൽസ് വിത്ത് ഡാഷ് റൂൾ ഓഫ് KCS ആക്ട്. ഉത്തരം, റൂൾ 64B. റൂൾ 64B ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം, ഡിറ്റക്ഷൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് ഈസ് ദി സെക്കൻഡറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. ഉത്തരം, ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഈസ് ദി സെക്കൻഡറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. 14ാമത്തെ ചോദ്യം, പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് ടു നോ ഡാഷ്. ഉത്തരം, റിലയബിലിറ്റി ആൻഡ് അക്യുറസി. Primary object of auditing is to know reliability and accuracy. 15ാമത്തെ ചോദ്യം, when a number of cooperatives make use of service of an auditor jointly, it is dash. ഉത്തരം, concurrent audit. When a number of cooperatives make use of service of an auditor jointly, it is called concurrent audit. 16ാമത്തെ ചോദ്യം,
The value of asset that will fetch at the end of the lifetime of the asset is called ഉത്തരം സ്ക്രാപ്പ് വാല്യൂ. The value of the assets that will fetch at the end of the lifetime of the asset is called scrap value. 17ാമത്തെ ചോദ്യം. A fund created for the replacement of an asset or the repayment of a liability is called dash fund. ഉത്തരം സിങ്കിങ് ഫണ്ട്. 18ാമത്തെ ചോദ്യം. A reserve which is not disclosed in the balance sheet is called dash reserve. ഉത്തരം secret reserve. A reserve which is not disclosed in the balance sheet is secret reserve. 19ാമത്തെ ചോദ്യം. An audit report which contains no conditions is called dash report. ഉത്തരം clean report. An audit report which contains no conditions is called clean report. 20ാമത്തെ ചോദ്യം. Assets having no physical existence are called ഉത്തരം intangible assets. Assets having no physical existence are called intangible assets. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി.